നെൽകൃഷിക്കും പശ്ചാത്തല മേഖലയ്ക്കും സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് എ.കെ. സൗദ മരക്കാരുട്ടി അവതരിപ്പിച്ചു. 40.71 കോടി രൂപ വരവും 30.59 കോടി രൂപ ചെലവും 10.11 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസ് പൊളിച്ച് പുതുക്കി പണിയുന്നതിന് 2 കോടി രൂപ, ഓഫീസ് കെട്ടിടം വിപുലീകരിക്കാൻ സ്ഥലം വാങ്ങാൻ 30 ലക്ഷം, ഡീലക്സ് വെറ്ററിനറി ആശുപത്രി നിർമ്മിക്കുന്നതിന് 20 ലക്ഷം, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുന്നതിന് 10.5 ലക്ഷം എന്നിവ പുതിയ പദ്ധതികളാണ്. നെൽകൃഷി വികസനം 63 ലക്ഷം രൂപ, വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം, കുട്ടികൾക്ക് നീന്തൽ പരിശീലനം എന്നീ പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ഭവനരഹിതരായ നിരാലംബരുടെ പുനരധിവാസത്തിനായി 83 ലക്ഷം, വനിതാക്ഷേമ പദ്ധതികൾക്ക് 40 ലക്ഷം, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 20 ലക്ഷം, തൊഴിലുറപ്പ് പദ്ധതിക്കായി 1.45 കോടി എന്നിങ്ങനെയും തുക നീക്കിവച്ചിട്ടുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് പച്ചായി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു വർഷക്കാലം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രവും അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ആർജിക്കാൻ കഴിയുന്ന വരുമാന സ്രോതസ്സിനെ കുറിച്ചുള്ള ഒരു വിവരണവും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള വികസന നയവും ലക്ഷ്യങ്ങളൊക്കെ ഈ ബജറ്റിൽ നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വരുമാന സ്രോതസ്സിന്റെ കാര്യത്തിൽ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മൾ. എങ്കിൽ പോലും ഉള്ള വിഭവങ്ങളെ അതിനെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ടുകൊണ്ട് ആ നമ്മുടെ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നയ നിലപാടാണ് നമ്മുടെ ഈ ഭരണസമിതി കൈക്കൊള്ളുന്നത്. സെക്രട്ടറി സി ബിൽക്കീസ് സ്വാഗതം പറഞ്ഞു. സ്ഥിരസമിതി അധ്യക്ഷരായ പി.കെ.എം. ഭാവ, ഇ.പി. ഷൗക്കത്ത് അലി, ടി. റൈഹാനത്ത്, ബ്ലോക്ക് അംഗം പി. ചന്ദ്രൻ, ഷാഫി പൂക്കയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ കെ.വി. സഫ്വാൻ, എ.സി. ഫൈസൽ, എം.പി. ചന്ദ്രൻ, ജാഫർ പനയത്തിൽ, ലുബന ഷാജഹാൻ, സുഹറ, ഷമീമ, ഫൈറൂസ, റജീന, രമ്യ, ഫൈസൽ കുഴിമണ്ണിൽ, ജിജേഷ് കുന്നുമൽ, പി. മുനീർ, ലുബന ജുബൈർ, റഷീദ് മറ്റത്ത് ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ബോർഡ് യോഗത്തിൽ ബജറ്റ് അംഗീകരിച്ചു. വിവിധ സാമൂഹ്യ സുരക്ഷിതത്വ ഫണ്ടുകൾ, സംസ്ഥാന വിസ്തൃത പദ്ധതികൾ കൂടാതെ 2025-26 വർഷത്തെ ബാക്കി ഉൾപ്പെടെ ആകെ 40,71,16,896 രൂപ 2026-27 സാമ്പത്തിക വർഷത്തിൽ വരവ് പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ ചെലവ് കഴിച്ച് 10,11,30,213 രൂപ മികച്ച ബജറ്റാണ് ഈ ഭരണസമിതി 2026-27 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഉത്പാദന മേഖലയ്ക്കാണ്. ഓരോ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന നന്നമ്പ്രയിലെ ജനങ്ങൾക്ക് വിശേഷിച്ചും യുവ കർഷക സമൂഹത്തിന് സമ്പൂർണ്ണ ആശ്വാസം നൽകുന്ന തരത്തിലാണ് ബജറ്റിൽ ധനവിനിയോഗം നടത്തിയിട്ടുള്ളത്. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman. 0494 2462 916. Mobile 9037 917 916.